അതിൽ ചാപ്റ്റർ 1 അണ്ടർസ്റ്റാൻഡിങ് ഡൈവേഴ്സിറ്റി എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ക്ലാസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ക്ലാസ് റൂം എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ടീച്ചേഴ്സും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് ഒക്കെ സെയിം ആയിരിക്കും. പക്ഷെ നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ഡിഫറെന്റ് ആയിരിക്കില്ല. ലൈക്ക് നമ്മൾ വരുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജസ്, നമ്മുടെ മദർ ടങ്സ് ഒക്കെ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് വെച്ചാൽ ഡൈവേഴ്സിറ്റി, അതേപോലെ എന്താണ് ഇനിക്വാലിറ്റി എന്നുള്ളതൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ഒരു 3 ഡ്രോയിങ്സ് ആണ്. 3 children around your age have drawn the figures above. Use the empty box to your human figure. അപ്പൊ ഈ നമ്മളൊരു ചിത്രം, അപ്പൊ ഇവിടെ ഒരു ഒഴിഞ്ഞ കോളം കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോ നമ്മളൊരു പിക്ചർ വരയ്ക്കുകയാണ്, ഇതേപോലെ ഒരു മനുഷ്യന്റെ ചിത്രം നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മേലെ കൊടുത്തിട്ടുള്ള 3 ചിത്രങ്ങളിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ കാണുന്ന വസ്ത്ര വിധാനങ്ങൾ, ഓരോരുത്തർ ധരിക്കുന്ന ഡ്രസ്സസ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ശൈലികളൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെ യൂണീക്ക് ആയിരിക്കും. നമ്മൾ വരയ്ക്കുമ്പോഴും അതേപോലെ തന്നെ യൂണീക്ക് ആയിരിക്കും. The changes are that your drawing is quite different from the other 3, which you can see are quite different from each other. കാരണം നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്സിലും നമ്മൾ യൂണീക്ക് ആയതുകൊണ്ട് അതിന്റെ ചേഞ്ചസ് കാണാം. This is because one of us unique drawing style. We don't only the but language we speak. നമ്മൾ വേറെ ഭാഷകളാവും സംസാരിക്കുന്നുണ്ടാവുക. ഇപ്പൊ നമ്മൾ മലയാളം തന്നെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ മലയാളമാണ് നമ്മുടെ മദർ ടങ്. അപ്പൊ അത് എടുത്തു കഴിഞ്ഞാൽ തന്നെ കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രം വരുമ്പോഴേക്കും ഒരുപാട് ശൈലികൾ നമുക്ക് കാണാൻ പറ്റും. പല സ്ഥലങ്ങളിലും പല സ്ലാങ്ങിലായിരിക്കും ലാംഗ്വേജസ് ഡീൽ ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ടാവും, റിലീജിയസ് ആയിട്ടുള്ള ആചാരങ്ങളും, അതേപോലെ റിലീജിയന്റെ വ്യത്യാസത്തിൽ നമ്മുടെ ഇതിലൊക്കെ മാറ്റം വരും. ഓക്കെ, ഇനി ഇപ്പോ ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ പുറത്തു പോകുമ്പോൾ, ഇപ്പൊ ഇതിലൊരു ക്വസ്റ്റ്യൻ ആണുള്ളത്, നമ്മൾ പുറത്തു പോകുമ്പോൾ എന്താണ് ധരിക്കുക, അതേപോലെ വീട്ടിൽ ഏത് ലാംഗ്വേജ് ആണ്, അതേപോലെ സ്പോർട്സ്, നമുക്ക് ഇഷ്ടപ്പെട്ട സ്പോർട്സ് ഏതാണ്, നമ്മൾ ഏത് ജോണറിലുള്ള ബുക്കാണ് വായിക്കുന്നത്, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ള 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിലിപ്പോ ഞാൻ ചോദ്യം ചോദിക്കാം. ഇപ്പൊ നിങ്ങൾ പുറത്തു പോകുമ്പോൾ നോർമലി എന്താ ധരിക്കാറ്? അതായത് പാന്റ് ഷർട്ട് ആണോ, ടീഷർട്ട്, അതേപോലെ പാന്റും ധോത്തീസും ആണോ? അങ്ങനെ ഓരോരുത്തരും ഇപ്പൊ നമ്മളിത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പാന്റും ഷർട്ടും ആണ് യൂസ് ചെയ്യാറ്. വീട്ടിൽ സംസാരിക്കാറ് മലയാളമാണ്. എന്റെ ഫേവറേറ്റ് സ്പോർട്ട് എന്ന് പറയുന്നത് ക്രിക്കറ്റ് ആണ്. ഞാൻ എപ്പോഴും മിസ്റ്ററി ജേണറിലുള്ള ബുക്സാണ് വായിക്കാറ്. അതേപോലെ നിങ്ങൾ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ആൾക്കാരതും ഡിഫറെന്റ് ആയിരിക്കും. ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു രീതിയിൽ, ചിലപ്പോൾ സ്പീക്ക് ചെയ്യുന്ന ലാംഗ്വേജിൽ വ്യത്യാസം ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സ്പോർട്സിൽ വ്യത്യാസം ഉണ്ടാവാം. ഞാൻ ഇഷ്ടപ്പെടുന്ന ഓരോ രീതിയിൽ ഓരോരുത്തർ യൂണീക്ക് ആവും. നമ്മളത് കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ, how many of you have similar answers? Is there anyone who list matches your exactly? Probably not. അങ്ങനെ തന്നെ പറയാൻ പറ്റും. അതായത് ഉണ്ടാവില്ല എന്നല്ല, പ്രോബബിലിറ്റി നോക്കുമ്പോൾ കുറവാണ്, അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. But many of you have similar answers. How many look like reading the same kind of book? How many different languages are spoken by student in your class? അതേപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു ക്ലാസ് റൂം എടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് ഇപ്പം ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, കുറച്ചും കൂടി ഒക്കെ ആകുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ ഉള്ള ഒരു കോളേജൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള കുട്ടികളാവും ഒരു കോളേജിൽ പഠിക്കുന്നുണ്ടാവുക.
അപ്പൊ അവിടുത്തെ ഒക്കെ സ്ലാങ് നമുക്ക് അവിടെ ഫീൽ ചെയ്യും. ഇപ്പൊ മലപ്പുറത്ത് നിന്നുള്ള ഒരാളാവൂല ഒരാൾ സംസാരിക്കുന്ന പോലെ ആവൂല കോഴിക്കോട് നിന്നുള്ള ഒരാൾ സംസാരിക്കുന്നുണ്ടാവുക, അതേപോലെ ആവൂല ട്രിവാൻഡ്രത്തുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ. അതൊക്കെ ഡിഫറെന്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. ബട്ട് നോ, you must have recognized the many ways in which you are quite like some of your classmates and other ways in which you are different from them. അതായത് നമ്മൾ യുണീക്ക് ആണ്, അതേപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ എന്താണ് യൂണിഫോം ആണ്. അതിന് നമ്മൾ ഡൈവേഴ്സിറ്റി എന്ന രീതിയിൽ നമ്മൾ പറയും. മേക്കിംഗ് ഫ്രണ്ട്സ്. ഡു യു തിങ്ക് ഇറ്റ് വുഡ് ബി ഈസി ഫോർ യു ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് സംവൺ ഹു വാസ് വെരി ഡിഫറെന്റ് ഫ്രം യു? ഇപ്പോ നമ്മളെ അടുത്ത് നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ട്, ഇപ്പോ ഞാൻ മലയാളം സംസാരിക്കുന്നുണ്ട്, മലയാളം സംസാരിക്കും, ഞാന് എന്താ പറയാ കേരളത്തിലുള്ള ഒരാളാണ്. അപ്പൊ ഞാന് വേറെ ഒരു കൊൽക്കത്തയിലുള്ള ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരാളായിട്ട് ഫ്രണ്ട് ആവുക എന്നുള്ളത് ഈസി ആണോ എന്നുള്ള രീതിയിലാണ് ചോദ്യം. ഇവിടെ ഒരു സ്റ്റോറി വന്നിട്ടുണ്ട്. ആ സ്റ്റോറി എന്താ പറഞ്ഞു വെച്ചാല്, ഐ ഹാഡ് മെന്റ് ഇറ്റ് ആസ് എ ജോക്ക് മെയ്ഡ് അപ്പ് ഫോർ എ സ്മോൾ rugged boy who sold newspaper at the Janpad crossing at the busy intersection. അതായത് ഒരു ജൻപദ് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്, ഒരു റോഡിന്റെ ക്രോസ് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ ന്യൂസ് പേപ്പർ വിൽക്കുന്ന ഒരു പയ്യൻ, നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, മൂവീസിലൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, ഈ ചൂടുള്ള വാർത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് പേപ്പർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട്, ന്യൂസ് ഹെഡ്ലൈൻസ് ഒക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ ന്യൂസ് പേപ്പർ സെല് ചെയ്യുന്ന ഒരു ബോയ്. അങ്ങനെ ആ ബോയ് എന്താ പറയാ, ഇയാൾ ഇന്നും ഇങ്ങനെ പോകുമ്പോൾ ഇത് കാണും. ആ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു ദിവസം ഒരു ഇംഗ്ലീഷ് പേപ്പർ കയ്യിൽ പിടിച്ചുകൊണ്ട് എവറി ടൈം ഐ സൈക്കിൾ പാസ്റ്റ് he would run after me. He holding out the English paper and screaming out the evening headlines in a mixture of Hindi and English word. അതായത് ഹിന്ദി ഇംഗ്ലീഷ് വേർഡിൽ മിക്സ് ചെയ്തിട്ട്, ഹിന്ദിയും ഇംഗ്ലീഷ് വേർഡൊക്കെ മിക്സ് ചെയ്തിട്ട് ഈ പയ്യന് ഇയാളുടെ പിന്നാലെ, ഈ സൈക്കിൾ കൂട്ടിയിട്ട് പോകുന്ന ആളുടെ പിന്നാലെ ഇങ്ങനെ അലറിക്കൊണ്ട്, ഹെഡ്ലൈറ്റ്സ് ഒക്കെ അലറിക്കൊണ്ട് ഓടും. അങ്ങനെ ഒരു ദിവസം, ദിസ് ടൈം I stopped the pavement and asked for the Hindi paper. അങ്ങനെ ഇയാൾ ഒരു ദിവസം ചെയ്തു, സൈക്കിൾ നിർത്തിയിട്ട് ഒരു ഹിന്ദി പേപ്പർ ചോദിച്ചു. അപ്പൊ ഇവനാകെ, ഈ കുട്ടി ന്യൂസ് പേപ്പർ വിൽക്കുന്ന പയ്യനുണ്ടല്ലോ, അവനാകെ അന്തം വിട്ടിട്ട്, നമ്മൾ പറയില്ലേ വായൊക്കെ തുറന്ന് നിൽക്കാറില്ലേ, ആകെ ഷോക്ക് ചെയ്തിട്ട് ആ ലെവലിൽ നിന്നിട്ട് ഈ കുട്ടി ചോദിക്കാണ്, യു മീൻ യു നോ ഹിന്ദി ചോദിച്ചു. അതായത് നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഹിന്ദി അറിയാവുന്നതാണോ എന്ന് ചോദിച്ചു. അപ്പൊ അയാള് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാലോ എന്നൊരു ഇതില് റിപ്ലൈ കൊടുത്തു. അതായത് പേപ്പറിന് പൈസ കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക്, പേപ്പറിന്റെ ക്യാഷ് പേ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇയാൾ പറഞ്ഞു അറിയാലോ എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തു. അപ്പൊ എന്നിട്ട് ചോദിച്ചു, വൈ വാട്ട് ഡിഡ് യു തിങ്ക് ബട്ട് യു ലുക്ക് സോ അഗ്രസ്. ഇയാൾ ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിക്കാന്ന് ചോദിച്ചപ്പോ ഈ പയ്യൻ പറഞ്ഞു, നിങ്ങളെ കാണാൻ ഒരു ഫോറിനറെ പോലെ ഉണ്ട്. എന്നിട്ട് ഈ കുട്ടി ചോദിച്ചു, യു മീൻ യു ക്യാൻ ഈവൻ റീഡ് ഹിന്ദി? നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഹിന്ദിയും കൂടി വായിക്കാൻ അറിയുന്നതാണോ? അപ്പോ ഇയാൾ എന്ത് ചെയ്തു, കുറച്ച് ഒരു ഹാർഷായിട്ട് ഇയാള് ചോദിച്ചു, ഓഫ് കോഴ്സ് ഐ സെഡ് ദിസ് ടൈം ലിറ്റിൽ ഇംപേഷ്യൻലി. അതായത് ഇയാൾ കുറച്ചൊരു എന്താ പറയാ, കുറച്ചൊരു ചൂടായിങ്ങാണ്ടുള്ള രീതിയിൽ ടൂണൊക്കെ മാറിയിട്ട് ഇയാൾ പറഞ്ഞു, എനിക്കറിയാലോ. എന്നിട്ട് പറഞ്ഞു, ഐ ക്യാൻ സ്പീക്ക്, റീഡ് ആൻഡ് റൈറ്റ് ഹിന്ദി. എനിക്ക് എഴുതാനും വായിക്കാനും പറയാനും അറിയാം ഹിന്ദി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹിന്ദി ഈസ് വൺ ഓഫ് ദി സബ്ജക്ട് ഐ സ്റ്റഡീഡ് ഇൻ സ്കൂൾ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സബ്ജക്റ്റ് ആണെന്ന് അയാൾ പറഞ്ഞു. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, സബ്ജക്റ്റോ, അതെന്താ അങ്ങനെ ചോദിച്ചു. അപ്പൊ മറ്റാൾ വിചാരിച്ച്, ഹൗ കുഡ് ഐ എക്സ്പ്ലെയിൻ വാട്ട് എ സബ്ജക്ട് വാസ് ടു സംവൺ ഹു ഹാവ് നെവർ ബീൻ ടു സ്കൂൾ. അതായത് ഈ കുട്ടിയാണെങ്കിൽ ഒരു സ്കൂളിൽ കൂടി പോയിട്ടില്ല. അങ്ങനത്തെ ഒരാളോട് ഇപ്പൊ ഞാൻ എന്താ സബ്ജക്റ്റ് പറയാ, സബ്ജക്റ്റ് എന്താന്ന് ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ള ആ സൈക്കിളിന് വന്ന ആളുടെ അവസ്ഥ. അങ്ങനെ ഇയാള് പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിൽ വെൽ ഇറ്റ് ഈസ് സംതിങ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു ഇതിൽ ഇയാൾ എന്ത് ചെയ്തു, അത് ഒരു സംഭവം ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങുമ്പോൾ
സിഗ്നലിന്റെ ലൈറ്റ് ആണ് ചേഞ്ച് ചെയ്തു. ബട്ട് ദ ലൈറ്റ് ചേഞ്ച് ആൻഡ് ദ honking behind me grew 100-fold, and I let myself be pushed along with the rest of the traffic light. അത് സിഗ്നലിൽ ലൈറ്റ് ആണ് ചേഞ്ച് ചെയ്തു. സിഗ്നൽ ലൈറ്റ് ചേഞ്ച് ചെയ്യുന്ന കഴിഞ്ഞാല് ചേഞ്ച് ചെയ്തപ്പോ എന്തുണ്ടായി, എല്ലാവരും ഹോൺ അടിക്കാൻ തുടങ്ങി. ആ ഹോണിന്റെ സൗണ്ട് അധികരിച്ചു. അപ്പോ സൗണ്ട് ലൈറ്റ് ആ എന്താ പറയാ ഹോണിന്റെ സൗണ്ട് അധികരിച്ചപ്പോ ഇയാള് വണ്ടി എടുത്ത് പോകാൻ നിർബന്ധിതനായി. അങ്ങനെ ഇയാൾ വണ്ടി എടുത്തിട്ട് അവിടുന്ന് പോയി. അങ്ങനെ പിറ്റേ ദിവസം ദ നെക്സ്റ്റ് ഡേ ഹി വാസ് there again smiling at me and holding out a Hindi paper. പിറ്റേ ദിവസം ഇവൻ എന്ത് ചെയ്തു, ബയ്യാന്ന് വിളിച്ചിട്ട് ചിരിച്ചുകാണ്ട് ഒരു ഹിന്ദി പേപ്പർ വിളിച്ചുകാണ്ട് ഇയാൾക്ക് നേരെ വന്നു ഈ കുട്ടി. എന്നിട്ട് ഈ കുട്ടി പറഞ്ഞു, ആപ്ക അക്ബാർ. ആപ്ക അക്ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹിന്ദി ടേം ആണ്, അല്ലെങ്കിൽ ഹിന്ദിയിലാണ് ആ സെന്റൻസ് മെയ്ഡ് ചെയ്തത്. അപ്പൊ അതില് പറഞ്ഞെന്താ വെച്ചാല് ആപ്ക അക്ബാർ, നിങ്ങളുടെ പത്രം ഇതാ, ന്യൂസ് പേപ്പർ. എന്നിട്ട് ഈ കുട്ടി ചോദിച്ചു, ആപ് ബതായി യേ സബ്ജക്ട് സൗണ്ട്സ്, ആപ് ബതായി ക്യാ ചീസ് ഹെ, സബ്ജക്ട് ഏതാന്നുള്ളത് ചോദിച്ചു. The English word sounds strange on his tongue. It sounds like its other meaning in English, to be ruled by someone else. It's just something to study. അങ്ങനെ ഇയാള് ഈ സൈക്കിളിലുള്ള ചങ്ങായി എന്ത് പറഞ്ഞു, ആള് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പഠിക്കുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞു. And then because the red light had come on, I asked him, have you ever been to school? അങ്ങനെ റെഡ് ലൈറ്റ് വരുന്നതിന് മുമ്പിട്ട് ചോദിച്ചു, ഈ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കുട്ടിയോട്. അപ്പൊ ആ കുട്ടി ആൻസർ ചെയ്തത് നെവർ, അവൾ പോയിട്ടില്ല. ആൻഡ് ഹി ഹാഡ് ഇറ്റ് പ്രൗഡ്ലി. I began walking when I was so high. He measured himself against my cycle seat. First, my mother used to come with me, but I can't do it all alone. അങ്ങനെ ഇവൻ സ്കൂളിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ മാത്രല്ല, ഇവൻ പറഞ്ഞു മറ്റേ സൈക്കിളിന്റെ സീറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇത്ര വലിപ്പമുള്ളപ്പോ സൈക്കിളിന്റെ സീറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇത്രയും വലിപ്പമുള്ളപ്പോ ഞാൻ പണിക്ക് പോയി തുടങ്ങിയാണ്. ആദ്യമൊക്കെ എന്റെ അമ്മന്റെ കൂടെ വരുന്നു, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാനായപ്പോ ഞാൻ ഒറ്റയ്ക്ക് വരലുണ്ടായിരുന്നു. വേർ ഈസ് യുവർ മദർ നൗ? അപ്പൊ ചോദിച്ചു എന്ത്, അമ്മ എവിടെയെന്ന് ചോദിച്ചു. അമ്മ ഇപ്പൊ എവിടെയെന്ന് ചോദിച്ചു. പക്ഷെ എന്ത് ചെയ്തു, എപ്പോഴത്തും പോലെ സിഗ്നലിന്റെ ലൈറ്റ് ആണ് ചേഞ്ച് ചെയ്തു. അങ്ങനെ സിഗ്നൽ ലൈറ്റ് ചേഞ്ച് ചെയ്ത് വണ്ടി എടുത്ത് പോയിട്ട് സൈക്കിൾ എടുത്ത് പോരുമ്പോ ബാക്കിൽ നിന്ന് ഈ പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞത്, ഐ ഹിയർഡ് ഹിം യെൽ ഫ്രം സംവെയർ ബിഹൈൻഡ് മീ, ഷീസ് ഇൻ മീററ്റ് വിത്ത്. അങ്ങനെ ഷീസ് മീററ്റ് എന്ന് കേട്ടപ്പോത്തിന് പിന്നൊന്നും കേൾക്കുന്നില്ല, ബാക്കിൽ നിന്ന് ഒരു വിളിച്ചു പറയുന്നത് കേട്ടു. അങ്ങനെ പിറ്റേ ദിവസം, മൈ നെയിം ഈസ് സാമിർ, he said the next day. പിറ്റേ ദിവസം എന്ത് പറഞ്ഞു, എന്റെ പേര് സാമിർ എന്ന് പറഞ്ഞു. ആൻഡ് വെരി ഷൈലി he asked, what's yours? അങ്ങനെ കുറച്ച് നാണം കുടുങ്ങിയായിട്ട് ആ പയ്യൻ ചോദിച്ചു, നിങ്ങളെ പേരെന്താ ചോദിച്ചു. അപ്പോ ഇറ്റ് വാസ് ഇൻക്രെഡിബിൾ, മൈ ബൈസിക്കിൾ ഓട്ട്, മൈ നെയിം ഈസ് സാമിർ ടു. അപ്പൊ ഞാനും പറഞ്ഞെന്ത്, അത് ഞാൻ മീൻസ് സൈക്കിളിലുള്ള ആൾ. അദ്ദേഹം പറഞ്ഞെന്ത്, എന്റെ പേരും സാമിർ എന്നാണ്. അപ്പോ അവന്റെ കണ്ണൊന്ന് ഇതായിട്ട് നോക്കി. അപ്പോ ഒരു ഇത് കിട്ടി. അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞത്, യെസ് ഐ ഗ്രിൻഡ് അറ്റ് ഹിം. ഞാൻ നോക്കിയാൽ ചിരിച്ചു. ഇറ്റ് അനദർ നെയിം ഫോർ ഹനുമാൻസ് ഫാദർ. സാമിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹനുമാന്റെ അച്ഛന്റെ പേരാണ്. ഹനുമാന്റെ അച്ഛന്റെ മറ്റൊരു പേരാണ് എന്ത്, സാമിർ. യു നോ, സോ നൗ യു ആർ സാമിർ ഏക് ആൻഡ് ഐ എം സാമിർ ദോ. he said triumphantly. അതായത് ഇപ്പൊ എന്തായി, സാമിർ ഏക്കും സാമിർ ദോയും ആയി. സാമിർ ഏക്ക് സൈക്കിൾ ഓട്ടി വരുന്ന ആളെ നമ്മൾ സാമിർ അയക്കുന്നു, ആൻഡ് പത്രം വിൽക്കുന്ന പയ്യനെ നമ്മൾ സാമിർ ദോ എന്ന് ആക്കി. he said triumphantly. ഇതിൽ
Something like that. I answered. I held out my hand. Hat me love, Samito. His in like a bullet. I could still feel it warm as I cycled. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് കൈ ഉപയോഗിച്ചു. ആ കൈ ഒന്ന് ഉപയോഗിച്ചു, കൈ കൊടുത്തു. ആ ഒരു സിറ്റുവേഷന് ഇയാളുടെ മനസ്സിലൊരു ചെറിയ പക്ഷി കൂടുകൂട്ടുന്ന പോലെ കൂടുകൂട്ടുന്ന ഒരു കാവ്യാത്മകമായ രീതിയിൽ പറഞ്ഞിരിക്കാം. അങ്ങനെ ഇയാൾ സൈക്കിളിലോട്ടി പോയി. അങ്ങനെ നെക്സ്റ്റ് ഡേ, പിറ്റത്തെ ദിവസം എന്ത് ചെയ്തു? ദി ഡേ ഡിഡ് നോട്ട് ഹാവ് ഹിസ് യൂഷ്വൽ സ്മൈൽ ഫോർ മീ. സാധാരണ സാമിർ ദോ കുറച്ച് ചിരിച്ചുകാണ്ടാണല്ലോ ഇയാളെടുത്ത് തരില്ലേ. അന്നത്തെ ദിവസം കുറച്ച് സാഡ് ആയിട്ട് വന്നു, കുറച്ച് വിഷമിച്ചിട്ട് വന്നു. അപ്പോ ഇയാൾ ചോദിച്ചു, ദർ ഇസ് എ ട്രബിൾ ഇൻ മീററ്റ്, അങ്ങനെ ചോദിച്ചു. അപ്പോ മെനി പീപ്പിൾ ആർ, അല്ല ഇയാളോട് പറഞ്ഞിട്ടുണ്ട്, സങ്കടത്തോടെ പറഞ്ഞു, മീററ്റില് എന്താ പറയാ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മെനി പീപ്പിൾ ആർ ബീൻ കിൽഡ് ദർ ഈസ് എ റൈറ്റ്. അതായത് അവിടെ ഒരു കലാപമൊക്കെ നടന്നിട്ട് കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഐ ലുക്ക്ഡ് അറ്റ് ദി ഹെഡ്ലൈൻസ്, കമ്മ്യൂണൽ റൈറ്റ്സ് ഇറ്റ് ബ്ലേസ്ഡ്. ഹെഡ്ലൈൻ നോക്കിയപ്പോ ഉണ്ട് കമ്മ്യൂണൽ റൈറ്റ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. ബട്ട് സാമിർ എന്ന് പറഞ്ഞിട്ട് ഇയാൾ അതായത് സൈക്കിളിലുള്ള സാമിർ ഉണ്ട്, സാമിർ ഏക്ക് ധോനോട് ചോദിക്കാൻ പോവാം, എന്തോ ചോദിക്കാൻ വന്നപ്പോ തന്നെ അവന് ഇങ്ങോട്ട് റിപ്ലൈ കൊടുത്തു, എന്ത്, ഐ എം എ മുസ്ലിം സാർ, ഹി സെഡ് ഇൻ ആൻസർ, ആൻഡ് ഓൾ മൈ പീപ്പിൾ ആർ ഇൻ മീററ്റ്. എന്നിട്ട് പറഞ്ഞു, എന്റെ എല്ലാ ആൾക്കാരും മീററ്റിലുള്ളത്. ഹിസ് ഹൈസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ് ആൻഡ് വെൻ ഐ ടച്ച് ഹിസ് ഷോൾഡർ ഹി വുഡ് നോട്ട് ലുക്ക് അപ്പ്. ഞാൻ അവന്റെ ഷോൾഡറിൽ പിടിച്ചിട്ട് അങ്ങനെ ഒന്ന് നിന്നപ്പോ അവൻ തല പൊന്തിക്കുന്നില്ല, അവനിങ്ങനെ ആകെ വിഷമിച്ചിരിക്കും. എന്നിട്ട് പിന്നെ പിറ്റത്തെ ദിവസം നോക്കുമ്പോൾ ഹി വാസ് നോട്ട് അറ്റ് ദി ക്രോസിംഗ് ദ ഡേ ആഫ്റ്റർ, നൈദർ ദി ഡേ ആഫ്റ്റർ നോട്ട് എവർ അഗെയിൻ, ആൻഡ് നോ ന്യൂസ് പേപ്പർ ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ക്യാൻ. അതായത് പിന്നെ ഒരിക്കലും അവനെ കണ്ടിട്ടില്ല. പിന്നെ പറഞ്ഞ എന്താ വെച്ചാല് ഒരു ഹിന്ദി പേപ്പറോ ഇംഗ്ലീഷ് പേപ്പറോ അവൻ എങ്ങോട്ടാ പോയി എന്നുള്ളതും പറയാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ നമ്മള് കണ്ടത് എന്താ പറയാ, ഒരു എന്താ പറയാ ഹിന്ദി മാത്രം സംസാരിക്കാൻ അറിയുന്ന, സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരു സാമിർ ധോണി, സ്കൂളിൽ പോകുന്ന ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുന്ന ഒരു സാമിർ ഏക്കിനും നമ്മൾ കണ്ടു. ഇവര് തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസും നമുക്ക് എന്താ പറയാ ഊഹിച്ചൂടെ. പലതരത്തിൽ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഇതൊന്നും വരെ സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സ് ആവുന്നതിന് എന്താ പറയാ പ്രിവെന്റ് ചെയ്യുന്നുണ്ടോ? അതായത് ഫ്രണ്ട്സ് ആവാതിരിക്കാനുള്ള റീസൺ ആവണമെന്നില്ലല്ലോ. While Samir Ek is more familiar with English. ഇവരെ ഡിഫറൻസുകൾ പറയാന്നുണ്ടെങ്കിൽ ഇയാള് ഏക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഫെമിലിയർ ആണ്, ദോ ആണെങ്കിൽ ഹിന്ദി മാത്രം സംസാരിക്കുന്നുള്ളൂ. പക്ഷെ both are more at home in different languages. They still communicate with each other. They made effort to do so because this was made important to them. That's Samir Ek and Do also come from different religion and culture background. While Samir Ek is a Hindu, Samir Do is a Muslim. Different religion and cultural background such as these are an aspect of diversity. അതൊരു ഡൈവേഴ്സിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കാം. ഒരാൾ മുസ്ലിമാണ്, ഒരാൾ ഹിന്ദു ആണ്, രണ്ടാളും രണ്ട് കൾച്ചറൽ ആസ്പെക്ട് അല്ലെങ്കിൽ റിലീജിയസ് അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അത് രണ്ടാളുടെയും ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേങ്കില് in addition to their diverse religious and cultural background, there are other ways in which Samir Ek and Do are different from each other. For example, Samir Ek goes to school, Samir Do sells newspaper. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. സാമിർ ഏക്കിന് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട്, നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. സാമിർ ദോന്റെ കാര്യം നോക്കിയേ, ചെറുപ്പത്തിലെ ന്യൂസ് പേപ്പർ വിൽക്കാൻ വേണ്ടിയിട്ട് റോഡിൽ അങ്ങനെ കീറി പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു അവസ്ഥ. Samir though did not have the opportunity to attend school. Perhaps you notice that there are several people in the area where you live who are poor and
who don't enough to eat or wear, and something not even a place to live. This difference is not the same as the one who one we have been earlier. അതായത് സാമീർ ധോനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോകാനുള്ള അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി പോലും കിട്ടുന്നില്ല. അതേപോലെ നമ്മൾ തന്നെ ഇപ്പൊ കുറെ നമ്മളെ ചുറ്റുപാട് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും, കുറെ ആൾക്കാരുണ്ടാവും അവർക്ക് മീൻസ് പുവർ ആയിട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അതായത് അവരുടെ ഏർണിങ്സ് കൊണ്ട് അല്ലെങ്കിൽ ഇൻകം കൊണ്ട് അവർക്കുള്ള ഫുഡ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ നല്ല വസ്ത്രങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അതേപോലെ നല്ല എഡ്യൂക്കേഷൻ കിട്ടാത്ത ഒരുപാട് ആൾക്കാരെ നമ്മൾ ചിലപ്പം ഈ സാമീർ ധോനെ പോലത്തെ കുറെ ആൾക്കാരെ നമ്മളെ ഡെയിലി ലൈഫിൽ തന്നെ കാണുന്നുണ്ടാവും. Here we are talking not of difference but of inequality. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞു ഒരാൾ മുസ്ലിമാണ്, ഒരാൾ ഹിന്ദുവാണ്, ഒരാൾ ക്രിസ്ത്യനാണ്, അവരെല്ലാം പല രീതിയിലുള്ള റിച്വൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എന്താണ്, ഡൈവേഴ്സിറ്റീസ് ആണ്. അതേസമയം ഒരാൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട്, വേറെ ഒരാൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ഒരാൾക്ക് ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കിട്ടുന്ന അതേ ക്വാളിറ്റി വേറെ ഒരാൾക്ക് കിട്ടുന്നില്ല. അതേപോലെ നല്ല ഭക്ഷണം കിട്ടാത്തത്, ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് കിട്ടാത്തൊരവസ്ഥ, അതേപോലെ നല്ല വസ്ത്രങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റാതെ വരിക. ഇതൊക്കെ എന്താ, ഇനിക്വാളിറ്റീസ് ആണ്. Inequalities comes about when a person does not have the resources and opportunities that are available to other person. അതായത് ഒരാൾക്ക് കിട്ടുന്ന അവസരങ്ങളും അതേപോലെ തന്നെ വിഭവങ്ങളും വേറെ ഒരാൾക്ക് കിട്ടാതെ വരുമ്പോഴാണ് എന്തുണ്ടാവുക, ഇനിക്വാലിറ്റീസ് ഉണ്ടാവുക. The caste system is another example of inequality. According to this society, ഇവര് പറഞ്ഞത് വെച്ചാൽ കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞത് ഒരു ഇനിക്വാലിറ്റിയുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കണക്കാക്കാന്ന് പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദിസ് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി വർക്ക് ദാറ്റ് പീപ്പിൾ ഡിഡ് ആൻഡ് ദേ വർ സപ്പോസ്ഡ് ടു റിമെയിൻ ഇൻ ദോസ് ഗ്രൂപ്പ്സ്. അതായത് ഇവിടെ കാസ്റ്റ് കണക്കാക്കിയത് എങ്ങനെയാ വെച്ചാല് ഓരോരുത്തരും ചെയ്യുന്ന ജോലി എന്താണോ അത് കണക്കാക്കിയിട്ട് ആ ജോലിക്ക് അടിസ്ഥാനമായിട്ടായിരുന്നു ഓരോരുത്തരും ഒരു ജാതി കണക്കാക്കിയിരുന്നത്. അങ്ങനെ വരുമ്പോ ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരാള്, അയാളൊരു ജാതി, മീൻസ് ഒരു ഗ്രൂപ്പിൽ പെട്ട ആള്, അയാള് ജീവിതകാലം മൊത്തം ആ ജോലി ചെയ്യാൻ പാടുള്ളൂ. അയാളുടെ പിന്നെ വരുന്ന ഇൻഹെറിറ്റന്റ് ആയിട്ടുള്ള ഓരോ ആൾക്കാരുണ്ടാവുമല്ലോ, അടുത്ത തലമുറക്ക് വരുമ്പോഴൊക്കെ ഇതേ ജോലി ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അതായത് ഇവർ ആ ജോലി ഇങ്ങനെ റിമെയിൻ ചെയ്ത് നിൽക്കണം, അതന്നെ ചെയ്യാൻ പാടുള്ളൂ. So, if your parents were potters, you could only become a potter. അതപ്പോ നമ്മൾ പറഞ്ഞത്, അതായത് നമ്മളെ വീട്ടുകാർ അല്ലെങ്കിൽ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ പാരന്റ്സ് ഒരു ജോലി ചെയ്യുന്നത്, അതായത് മൺപാത്രം ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നമ്മളും ആ ജോലി ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് എന്താ, അതിൽ കൂടുതലുള്ള if your parents were potters, you could only become potter, nothing else. This system was considered irreversible. ഇത് മാറ്റാൻ പറ്റാത്തൊരു ചെയിന് പോലെ ഇങ്ങനെ പോകും. And because you were not supposed to change your profession, it was not considered necessary for you to know anything more than what you needed in your profession. അതായത് ഇപ്പൊ മൺപാത്രം ഉണ്ടാക്കുന്ന ഒരാളുടെ മോൻ മൺപാത്രം മാത്രം ഉണ്ടാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ ജോലിയെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് വരുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവനക്ക് അത് കൂടുതൽ വേറെ അറിവുകളൊന്നും നേടണ്ട, അല്ലെങ്കിൽ അതിനേക്കാളും വേറെ അറിവുകൾ നേടുന്നത് നെസസറി ആയിട്ട് കണക്കാക്കുന്നില്ല. അങ്ങനത്തെ രീതിയിൽ ദിസ് ക്രിയേറ്റഡ് എ സിറ്റുവേഷൻ ഓഫ് ഇനീക്വാളിറ്റി. അപ്പൊ അവനക്ക് അങ്ങനത്തെ ഇപ്പൊ മൺപാത്രം ഉണ്ടാക്കുന്ന ഒരാളുടെ മോനിക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കൂല, അല്ലെങ്കിൽ മറ്റു ടെക്നിക്കൽ എഡ്യൂക്കേഷൻസ് വേറെ കൊടുക്കൂല. അപ്പൊ എന്താവും, ഇയാൾ അവിടെ സ്റ്റക്ക് ആവും. അപ്പൊ അവനക്ക് വേറെ ഓപ്പർച്യൂണിറ്റി കിട്ടൂല. ഇതെന്തുണ്ടാക്കും, ഒരു ഇനീക്വാളിറ്റി ഉണ്ടാക്കി വരും. യു വിൽ റീഡ് മോർ അബൌട്ട് ദിസ് ഇനീക്വാളിറ്റി ദ ഫോളോയിങ് ചാപ്റ്റേഴ്സ്. നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും, ഇതിനേക്കാളും ഇനീക്വാളിറ്റീസ് കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കും. വാട്ട് ഡു യു ഡൈവേഴ്സിറ്റി ആഡ് ടു യുവർ ലൈഫ്സ്? ഇപ്പൊ നമ്മള് സാമിർ ഏക്കിന്റെയും ധോന്റെ ഒക്കെ കഥ പറഞ്ഞില്ലേ. ജസ്റ്റ് ലൈക്ക് സാമിർ ഏക്ക് ആൻഡ് സാമിർ ധോ become friends, you might have friends who are very different from you. You have
probably eaten different kind of food in their homes, celebrated different festivals with them, tried out the clothes they wear, and learned some of their language as well. അതായത് നമ്മൾ സാമിർ ധോന്റെ ഒക്കെ കാര്യം പറയാന്ന് അവര് ഫ്രണ്ട്സ് ആയതുപോലെ ഇപ്പൊ നമ്മള് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പൊ ഞാൻ എന്നെക്കായി നല്ല ഡിഫറെന്റ് അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാല് എനിക്ക് അവരെ ഫുഡ് കാര്യങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഫെസ്റ്റിവൽസിന് ഇപ്പോ എനിക്കൊരു ഹിന്ദു ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ ഓണത്തിന് പോയിട്ട് അവരെ വീട്ടിൽ നിന്ന് നല്ല സദ്യ കഴിക്കാം. അതേപോലെ അവരെ ഡ്രസ്സസ് ഇപ്പൊ ടൈപ്പ് ഓഫ് എന്താ പറയാ ഓണത്തിന് എടുക്കുന്ന പോലത്തെ കസവിന്റെ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാം. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റും. പുതിയ പുതിയ കാര്യങ്ങൾ സംസാരിക്കുന്ന കുറെ കാര്യങ്ങൾ ഇപ്പൊ പുറത്ത് എന്താ പറയാ ഒരു നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ആ ഭാഗത്ത് എനിക്കൊരു ഫ്രണ്ട് ഹിമാചലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടുത്തെ ലാംഗ്വേജസ് പഠിക്കാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾക്ക് അവന്റെ അടുത്ത് പഠിക്കാം. അവിടെ പോകണമെന്നില്ല, ആ ഒരു ഫ്രണ്ട്ഷിപ്പിലെല്ലാം പഠിക്കാൻ പറ്റും. You probably like reading and hearing stories and adventures about different people, and even ghosts. Perhaps you have enjoy making up stories yourself. Many young people feel happy when they read a good story because it gives them lot of ideas to make up more stories. എന്താ വെച്ചാല് നമ്മള് കുറെ ഐതിഹ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ കുറെ മുത്തശ്ശി കഥകളൊക്കെ കേൾക്കൂലോ. ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ, അതേപോലെ കഥ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പുതിയ പുതിയ കഥകൾ അറിയാൻ പറ്റും. അപ്പൊ അതേപോലെ പുതിയ പുതിയ ആൾക്കാര്, ഇപ്പൊ നമ്മളിവിടെ കാണുന്ന മാതിരി ആവില്ല വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജീവജാലങ്ങളും അവിടുത്തെ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ ഒക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. എന്താ പറയാ അവിടുത്തെ ഫോറസ്റ്റിലുള്ള ജീവികളാണ്. അപ്പൊ അതിനെ പറ്റിയുള്ള കഥകൾ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. People who write stories and get their ideas from all sort of different places, from books and real life and from their imagination. Some may have lived in forest close to animals and chosen to write their fight and friendship. Others read real accounts of king and queens and wrote stories about love and honor. Some dipped into their own childhood memories of school and friends and wrote stories of adventure. അതിപ്പോ നമ്മളൊരു പുസ്തകങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. നമ്മള് പല ആൾക്കാരെ എഴുതുന്ന പുസ്തകങ്ങൾ ഉണ്ടാവില്ലേ. അല്ലെങ്കിൽ വേണ്ട, നമ്മൾ എഴുതാൻ വിചാരിക്കുകയാണെങ്കിൽ തന്നെ ചിലവർക്ക് ഇഷ്ടം സ്വന്തം കഥകള്, സ്വന്തം എക്സ്പീരിയൻസിലുള്ള കഥകൾ എഴുതാനാവും. ചിലവർക്ക് ഇഷ്ടം എന്താ വെച്ചാല് ഈ കാടിനെ പറ്റിയിട്ടും അവിടുത്തെ ജീവജാലങ്ങളെ പറ്റിയിട്ടും നമ്മള് എന്താ പറയാ ഈ പല്ലിയും ലിസാർഡില്ലേ, പല്ലിയും അതേപോലെ ഈ പാറ്റയും തമ്മിലുള്ള യുദ്ധം ഉണ്ടല്ലോ. അതായത് ഒന്ന് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് പുതിയ പുതിയ സ്റ്റോറീസ് എഴുതുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ചിലവർക്ക് ഈ എന്താ പറയുക നാടോടി കഥകൾ എഴുതാനാവും ഇഷ്ടം. അങ്ങനെ പല ടൈപ്പ് ഓഫ് കഥകൾ എഴുതാനാവും ഇഷ്ടം. അത് അതൊക്കെ ഡൈവേഴ്സ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് ആൾക്കാർ. അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം ഓരോരുത്തർ എഴുതുന്ന നമ്മൾ വായിക്കുമ്പോൾ, ഇപ്പം നിങ്ങൾ എഴുതിയൊരു സ്റ്റോറി ഞാൻ വായിക്കുമ്പോൾ എനിക്കതെന്താവും ഒരു പുതിയ എക്സ്പീരിയൻസും പുതിയൊരു എന്താ പറയാ ഒരു വേ ഓഫ് കാര്യങ്ങള്, പുതിയ ഒരു വിഷൻ കിട്ടൂല അതിൽ നിന്ന്. നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എൻലൈറ്റ്മെന്റ് ഇല്ലേ. സോ ഫാർ നമ്മൾ ഇവിടെ വിട്ടൂല. Imagine if all the storytellers and writers that you have heard and read so far were forced to live in a place where all people were the same two colors, red and white, ate some same food, maybe potatoes, to care of the example of two animals, for example. വെച്ചാല് ഇവിടെ പറഞ്ഞെന്ന് വെച്ചാല് ഇവരെല്ലാരും ഒരേ സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. എഴുതുന്നവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ കഥ എഴുതുന്ന ആൾക്കാർ ഒരേ സ്ഥലത്തുള്ള ആൾക്കാരാണ്.
അവരൊരു അറ്റ്മോസ്ഫിയറിൽ അവരെല്ലാരും കാണുന്നത് ആനനെ മാത്രമേ കാണുള്ളൂ. അവരെല്ലാരും ചോറ് മാത്രമേ ഇരിക്കണത്. അവരാകെ ചുവപ്പ് ഷർട്ടിട്ട ആൾക്കാരെ മാത്രമേ കാണുന്നത്. അവരെപ്പോഴും കാണുന്നത് വെള്ള നിറത്തിലുള്ള ആകാശം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കഥകൾക്കൊക്കെ ഒരു രസം ഉണ്ടാവും. എല്ലാതും ഒരേപോലെ ഇരിക്കൂലേ? അതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നമ്മള് മായാവിന്റെ കഥ എടുക്കുമ്പോഴും മാർവലിന്റെ സീരീസ് നോക്കുമ്പോഴും ആ ഡിഫറൻസ് ഇല്ലേ? അങ്ങനത്തെ ഒരു സംഭവമല്ലേ? ആ ഒരു ഡിഫറൻസ് ഫീൽ. ഇപ്പൊ രണ്ടാളും ഇത് രണ്ട് എഴുതിയ ആളും ഒരേ സ്ഥലത്തുള്ള ആളാണെങ്കിൽ രണ്ടാൾക്കും ഒരേ ഇമാജിനേഷൻ അല്ല ഉണ്ടാവുക. അപ്പൊ ഈ കഥകൾ ഒരേപോലെ ഇരിക്കൂലേ? അപ്പൊ രസം ഉണ്ടാവും ഇല്ലല്ലോ? അതാണ് ഇവിടെ പറഞ്ഞത്. ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യ is a country of many diversities. We speak different languages, have various type of foods, celebrate different festivals, practice different religion. But actually, ഇപ്പൊ നമ്മൾ ഇന്ത്യന്റെ കാര്യം എടുത്തു വെച്ചാൽ ഇന്ത്യയിൽ ഇഷ്ടം വേണ്ടിക്ക് ഭാഷയുണ്ട്. നൂറുകണക്കിന് ഭാഷകളുണ്ട് സത്യം പറഞ്ഞാൽ. ഓരോ രീതിയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ആകെ 22 ലാംഗ്വേജസ് മാത്രമേ നമ്മളെ ഭരണഘടനയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതല്ലാതെ കുറേ അറിയാത്ത കുറെ ട്രൈബ് ലാംഗ്വേജസ് ഒക്കെ ഇഷ്ടം വേണ്ടിക്കുണ്ട്. അതേപോലെ കുറെ ടൈപ്പ് ഓഫ് വേരിയസ് ഫുഡ് ഇഷ്ടം വേണ്ടിക്ക് ഐറ്റംസ് ഓഫ് ഫുഡ്സ് ഉണ്ട്. അതേപോലെ കുറെ ഫെസ്റ്റിവൽസ് ഉണ്ട്. ഫെസ്റ്റിവലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇഷ്ടം വേണ്ടിക്കുണ്ട്. പ്രാക്ടീസ് ഡിഫറെന്റ് റിലീജിയൻസ്, ഒരുപാട് റിലീജിയൻസ് ഉണ്ട് ഇഷ്ടം വേണ്ടിക്ക്, കുറേ ഉണ്ട്. പക്ഷെ ഇഫ് യു തിങ്ക് about it, we do many things that are similar, except that we do them in different ways. ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിലും ഇതൊക്കെ ചെയ്യുന്ന രീതികളുടെ മാറ്റം ഉണ്ടാവും. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്നും. ലാംഗ്വേജിന്റെ ആലോചിച്ച് പല രീതിയിലാവും നമ്മൾ ലാംഗ്വേജ് സംസാരിക്കേണ്ടാവും. പക്ഷെ ലാംഗ്വേജിന്റെ പർപ്പസ് എന്താ? കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ സെലിബ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫുഡിന്റെ കാര്യം തന്നെ. ഫുഡ് എന്തിനാ? നമ്മുടെ എന്താ പറയാ എന്താണ് വിശപ്പടക്കാനും അങ്ങനത്തെ രീതിയിൽ ലൈവ്ലി ഫുഡാണ്. അപ്പോ അത് പല രീതിയിലാണ് പലരും കുക്ക് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ സെലിബ്രേഷൻ, ഇതിനൊക്കെ എന്താ പറയാ ഒക്കെ ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടായിരിക്കും. പക്ഷെ ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെ ആവും. How do we explain diversity? A little more than 200 years ago, or long before the train, aeroplane, bus, car become a part of our life. അതിപ്പോ കാറും ബസ്സും ട്രെയിനൊക്കെ വരുന്നതിന് മുമ്പ് കുറെ കുറെ കാലം മുമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ പീപ്പിൾ ട്രാവൽഡ് ഫ്രം വൺ പാർട്ട് ഓഫ് ദി വേൾഡ് ടു അനദർ. അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും പണ്ട് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കപ്പലിലൊക്കെ യാത്രകൾ ചെയ്തിരുന്നുണ്ട്. ഇപ്പം ബ്രിട്ടീഷേഴ്സും പോർച്ചുഗീസുകാരൊക്കെ ഇന്ത്യയിലേക്ക് വന്നത് കപ്പലിലേനു. അതേപോലെ ഇപ്പൊ പഴയ അറബി കഥകളിലൊക്കെ അല്ലെങ്കിൽ കഥകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും ഒട്ടകപ്പുറത്ത് കുറേ യാത്ര ഒന്നിച്ച് യാത്ര ചെയ്യുന്ന. ഇപ്പൊ ഹോഴ്സസിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ചില ബുക്കുകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. കുതിരപ്പുറത്തൊക്കെ കുറെ കാലങ്ങളോട് യാത്ര ചെയ്ത് അങ്ങനെ പോകുന്ന കുറെ സ്റ്റോറീസ് ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇവരെന്ത് ചെയ്യും? സെക്കൻഡ്. often they went in search of new lands. അങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങൾ തേടിയിട്ട് എന്താ പറയാ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും അതേപോലെ കപ്പലിലൊക്കെ യാത്ര ചെയ്തിട്ട് പോകും. അവര് ഒന്നെങ്കിൽ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടാവും അല്ലെങ്കിൽ ഈ ട്രേഡിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാവും ഇങ്ങനെ പോകുന്നുണ്ടാവുക. ഫോർ ദ പീപ്പിൾ ഓഫ് ദ വേ. ആൻഡ് ബിക്കോസ് ഇറ്റ് took so long to travel, once they go to a place, people stayed there, often for a long time. അതിങ്ങനെ കുറെ സമയം എടുത്തിട്ടാവും ഇപ്പൊ ഒട്ടകപ്പുറത്തും കപ്പലിലൊക്കെ പോയി ചില മാസങ്ങളൊക്കെ എടുത്തിട്ടാവും അവർ കഷ്ടപ്പെട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? കച്ചവടത്തിന്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ചിലപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് പോകും. അങ്ങനെ അവർ അവിടെ പോയിട്ട് സ്റ്റേ അടിക്കും. കുറെ കാലത്തിന് അവിടെ പോയി സ്ഥലത്ത് പോയിട്ട് സ്റ്റേ അടിക്കും. മെനി ഓതേഴ്സ് ലെഫ്റ്റ് ദെയർ ഹോംസ് ബിക്കോസ് അങ്ങനെ സ്റ്റേ അടിക്കുന്നതിൽ എന്ത് ചെയ്യും? കുറെ ആൾക്കാർ അവിടെ തന്നെ എന്താവും അങ്ങനെ ഇങ്ങനെ പോകുന്നത് പല രീതിയിലോ. കുറെ ആൾക്കാർ ട്രേഡിനാവും പോകുന്നുണ്ടാവുക. മറ്റു ചില ആൾക്കാർ ഇപ്പൊ ഈ ഫെമൈന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫെമൈന് അതേപോലെ വരൾച്ച ഒക്കെ വന്നിട്ട് അത് വെള്ളമില്ലാത്ത അവസ്ഥ. പിന്നെ ഫെമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഈ കൃഷി ക്ഷാമം വരില്ല, ഭക്ഷ്യവസ്തുക്കളൊന്നും കിട്ടാതാവുക. അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ആയിട്ടോ ഇവര് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. Some went in search of work while other left because there's war. യുദ്ധം വന്നിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർ. Sometimes as they begin to make
their home in new place, people began to change a little, and at other times they managed to do things in the old ways. ഇങ്ങനെ പോയിട്ട് നമ്മൾ പുതിയൊരു സ്ഥലത്ത് പോയിട്ട് നിൽക്കുമ്പോൾ ഒരു പുതിയ സ്ഥലത്ത് പോയി. അപ്പൊ ഞാൻ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ട് കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, കർണാടക പോയി. അങ്ങനെ കർണാടക പോകുമ്പോൾ രണ്ട് രീതിയിൽ എനിക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഞാൻ അവിടുത്തെ രീതികൾ അതെന്താണോ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ രീതിയിലോട്ട് ഞാൻ മാറണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇന്റെ രീതികളിൽ തന്നെ നിൽക്കണം. അപ്പൊ നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ എന്തുണ്ടാവും, സോ ദെയർ ലാംഗ്വേജ് ആൻഡ് ഫുഡ് മ്യൂസിക് റിലിജിയൻ ബിക്കം എ മിക്സ്. അങ്ങനെ നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു മിക്സ്ചറിൽ, അതായത് മലയാളവും കർണാടക എന്താ പറയാ, അവിടുത്തെ ലാംഗ്വേജ് കൂടി എന്ത് ചെയ്യും, മിക്സ് ചെയ്യും. അങ്ങനെ മിക്സ് ചെയ്യും. അതേപോലെ അവിടെ ഫുഡ് ഐറ്റംസ് ഇതെല്ലാം നമ്മളൊരു മിക്സ് കൾച്ചർ ആവും, മാറും. ആൻഡ് ദ ന്യൂ ആൻഡ് ഔട്ട് ഓഫ് ദി ഇന്നർ മിക്സിംഗ് ഓഫ് കൾച്ചർ കെയിം സംതിങ് ന്യൂ ആൻഡ് ഡിഫറെന്റ്. ഇങ്ങനെ ഇപ്പോ നമ്മളിപ്പോ പുറത്തു പോയി, അതായത് ഇപ്പൊ ഒന്നെങ്കിൽ കേരളത്തിൽ തമിഴ്നാട്ടിൽ പോയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ തമിഴും മലയാളവും മിക്സ് ചെയ്ത് സംസാരിക്കും. അതേപോലെ നമ്മുടെ ഫുഡ് ഐറ്റംസും അവരുടെ ഫുഡ് ഐറ്റംസും കൂടി മിക്സ് ചെയ്തിട്ട് പുതിയൊരു ഐറ്റം വല്ലതും ക്രിയേറ്റഡ് ആവും. അങ്ങനെ പല രീതിയിൽ ഡ്രസ്സിങ് ഒക്കെ നമ്മൾ എന്താ പറയുക, കോസ്റ്റ്യൂമിലും കസ്റ്റംസിലും ഒക്കെ മാറ്റങ്ങൾ വരും. അവന് പുതിയൊരു കൾച്ചർ മിക്സ് ഉണ്ടാവും അവിടെ. ദി ഹിസ്റ്ററി ഓഫ് മെനി പ്ലേസസ് ഷോസ് ആസ് ഹൗ മെനി ഡിഫറെന്റ് കൾച്ചർ ഇൻഫ്ലുവൻസസ് ഹാവ് ഹെൽപ്ഡ് ടു ഷേപ്പ് life and culture there. Thus, regions become very diverse because of their unique histories. ഇപ്പൊ പല സ്ഥലത്തെ ഹിസ്റ്ററീസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ, കേരളത്തിൽ പണ്ട് കാലത്ത് അറബ്സ് വന്നിരുന്നു, പോർച്ചുഗീസുകാർ വന്നിരുന്നു, അങ്ങനെ എന്താ പറയാ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ അവരിന്നൊക്കെ നമ്മൾ എന്താ ഒരു കൾച്ചറൽ മിക്സ് ഉണ്ടായിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗോവയിലൊക്കെ അല്ലെങ്കിൽ പോണ്ടിച്ചേരി പറയാന്നുണ്ടെങ്കിൽ, പോണ്ടിച്ചേരിയിൽ പോർച്ചുഗീസുകാര് അല്ല ഫ്രാൻസിന്റെ പോർച്ചുഗീസിന്റെ ഒക്കെ ഇൻഫ്ലുവൻസസ് നല്ലോണം കാണാൻ പറ്റും. അങ്ങനെ അതിന്റെ ഡൈവേഴ്സിറ്റി അവിടെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനത്തെ റീജിയൻസിലൊക്കെ പോകുമ്പോൾ. സിമിലർലി ഡൈവേഴ്സിറ്റി ആൾസോ കം about when people adapt their lives to the geographical area in which they live. ജോഗ്രഫിക്കൽ ഏരിയന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറയട്ടെ, ഓരോരുത്തർ ജോലി, അതേപോലെ അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. അപ്പോൾ അവരുടെ ജോലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ വെച്ചിട്ടാവും. ഫോർ എക്സാമ്പിൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ലിവിങ് നിയർ ദ സീ ഈസ് ക്വൈറ്റ് ഡിഫറെന്റ് ഫ്രം ലിവിങ് നിയർ ഇൻ എ മൗണ്ടനസ് ഏരിയ. ഒരു കുന്നിൻ ചെരുവിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഓക്യുപ്പേഷൻ ആവൂല ഒരു സീ അല്ലെങ്കിൽ കടൽ തീരത്തിനോട് ചേർന്നിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ ഓക്യുപ്പേഷൻസ്. കടൽ തീരത്ത് താമസിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ടും ഫിഷിങ്, അതുമായിട്ടുള്ള എന്താ പറയാ അലൈഡ് ആക്ടിവിറ്റീസിലാവും അവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവുക. അതേസമയം മൗണ്ടനസ് ഏരിയയിലാവുമ്പോൾ കൂടുതലും മിക്കവാറും ആൾക്കാർ ഈ എന്താ പറയാ ആനിമൽ ഹസ്ബൻഡറി, അതേപോലെ ഫാമിങ്, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാവും ഫോക്കസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പൊ അവരുടെ അതേപോലെ തന്നെ അവരുടെ മറ്റ് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അഡാപ്റ്റീവ് കപ്പാസിറ്റിയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അതൊരു ഡൈവേഴ്സിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം. സിമിലർലി when people adapt geographical area, mountainous area, നമ്മള് ഇവിടെ ഒരു പാർട്ട് ഉണ്ട്, ജസ്റ്റ് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ലിസ്റ്റ് അറ്റ്ലീസ്റ്റ് 3 different ways. അതായത് ഇവിടെ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്, സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലെങ്ങനെയാണ് ആൾക്കാർ ഡിഫറെന്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പൊ പീപ്പിൾ ഡിഫറെന്റ് വേസ് ഇൻ വിച്ച് പീപ്പിൾ പ്രേ. അതായത് ആൾക്കാർ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ടൈപ്പിൽ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിൽ ഡൈവേഴ്സിറ്റീസ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറയാ ചിലപ്പോ ഒന്ന് ഹൈമൻസ്, അതായത് ഓരോ ശ്ലോകങ്ങളും കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെയുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. ചിലർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ചിലർ മന്ത്രം ചൊല്ലിയിട്ട് അങ്ങനെ പറയാം. അതേപോലെ തന്നെ മാരേജിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്, ഡിഫറെന്റ് വേസ് ഇൻ വിച്ച് പീപ്പിൾ ഗെറ്റ് മാരീഡ്.
ഇതിൽ കൊടുത്തിട്ടുള്ളത് രജിസ്റ്റർ മാരേജിന്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പള്ളിയിൽ വെച്ച് നിക്കാഹ് കഴിക്കുന്നുണ്ട്, നിക്കാഹ് ഇൻ മോസ്ക്യൂ. അതേപോലെ അമ്പലത്തിൽ വെച്ചിട്ട് താലി കെട്ടുന്ന രീതിയിൽ, അത് ടെമ്പിൾ മാരേജ്. പിന്നെ ഡ്രസ്സസ്, അത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡ്രസ്സസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക. ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോൾ പഞ്ചാബീസിന് ടർബൺ, അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ പെട്ടെന്ന് ഒരു ഐക്കോൺ അല്ലേ പഞ്ചാബീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന ഒരു പിക്ചർ ഇല്ലേ. അതേപോലെ ഇപ്പൊ നമ്മളെ കേരള സാരി, അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു എന്താ പറയാ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു യുണീക് സ്റ്റൈല് പറയാം. പിന്നെ ഡിഫറെന്റ് വേസ് ഇൻ വിച്ച് പീപ്പിൾ ഗ്രീറ്റ് ഈച്ച് അതർ, ഏതൊക്കെ തരത്തിൽ നമ്മൾ ആൾക്കാരെ അഭിസംബോധന ചെയ്യുന്നുള്ളത്. നമ്മള് നമസ്കാരം, നമസ്തേ, അങ്ങനത്തെ രീതിയിൽ പറയില്ലേ. ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പല രീതിയിലാണ് പല ആൾക്കാരും ട്രീറ്റ് ചെയ്യുക. ഡിഫറെന്റ് വേസ് ഇൻ വിച്ച് പീപ്പിൾ കുക്ക് റൈസ്, ഏതൊക്കെ രീതിയിൽ അരി പാകം ചെയ്യും. ബിരിയാണി വെക്കും, അത് വെജും നോൺ വെജും. അരി വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കും, അതേപോലെ തന്നെ അരി വെച്ചിട്ട് എന്ത് ചെയ്യും, സാധാ ചോറും ഉണ്ടാക്കും, നോർമൽ വൈറ്റ് റൈസ് ഉണ്ടാക്കും. Not only do people have different clothing and eating habits, but even the kind of work they do different. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, ഓരോ ജോഗ്രഫിക്കൽ ഏരിയയിൽ അവരുടെ ഡ്രസ്സിങ്, വർക്ക്, അതേപോലെ തന്നെ ഹാബിറ്റുകൾ മാറ്റം ഉണ്ടാവും. അവരുടെ ഡെയിലി ലൈഫ്, അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിലെല്ലാം എന്താ പറയാ എക്സാക്ട് മാറ്റം ഉണ്ടാവും. അതായത് ഒരാള് മറ്റൊരാളിൽ നിന്ന് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇത് ഒരു മൗണ്ടനസ് ഏരിയയിൽ ജീവിക്കുന്ന ഒരാളും സീ സൈഡിൽ ജീവിക്കുന്ന ഒരാളും തമ്മിൽ നല്ലോണം വ്യത്യാസം ഉണ്ടാവും. In cities, it is often easy to forget how closely people live are tied to their physical surroundings. This is because in the city, people seldom grow their own vegetables and grains. Instead, they depend on the market to buy all the food and other goods and they needed. അതായത് സിറ്റിയിലുള്ള ആൾക്കാർ തമ്മിൽ സത്യം പറഞ്ഞാല് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. കാരണം അവര് സംബന്ധിച്ചിടത്തോളം അവർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കുന്ന പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻസ് കുറവാകും. അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. Just try to understand what we mean when we say that historical and geographical factors influences the diversity of a region. We can do this by reading about life in two different parts of the country. ഇപ്പൊ ഇവിടെ കേരള ആൻഡ് ലഡാക്ക്, കേരളത്തിനും ലഡാക്കിനും ഒരു ബേസ് ആയിട്ട് എടുത്തിട്ട് ഇവർ പറയാണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടും ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഫാക്ടർ വെച്ചിട്ട് രണ്ട് പ്ലേസസിനെ എങ്ങനെ നമ്മൾ അവിടുത്തെ ഡൈവേഴ്സിറ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ളത് പറയും. ഇപ്പൊ നമ്മള് മാപ്പില് നമുക്ക് അറിയാലോ, നിങ്ങള് ജസ്റ്റ് മാപ്പിൽ ഇപ്പൊ എവിടെ എടുക്കണം വേണമെങ്കിൽ നമ്മള് ഇന്ത്യന്റെ ഒരു മാപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തൊട്ട് എക്സാക്ട് ഒന്നും പറയാൻ വയ്യ, എക്സാക്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ജസ്റ്റ് ഒരു ഒന്നും കൂടി നല്ലപോലെ എടുക്കാൻ നോക്കാം. ഇപ്പോ ഇപ്പൊ ലഡാക്ക് ഇവിടെ ഈ ഭാഗത്ത് എവിടെയാണ് കിടക്കുന്നത്, ഈ ടോപ്പിൽ അങ്ങനെയാണ് കുട്ടിയാണ്. ഇവിടെ കിടക്കുന്ന ലഡാക്കും ഈ ഒരു ഭാഗത്ത് കിടക്കുന്ന കേരളം, ഇത് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് കിടക്കുന്ന ലഡാക്കും ഈ ഒരു ഭാഗത്ത് കിടക്കുന്ന കേരളം തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ ആൾക്കാരുടെ എന്താ പറയാ ഫുഡ് ഐറ്റംസ്, അവര് ധരിക്കുന്ന വസ്ത്രങ്ങള്, അതേപോലെ അവര് ചെയ്യുന്ന ജോലിയൊക്കെ വെച്ചിട്ട് നമ്മളത് എന്താ പറയാ ഒരു ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ലഡാക്ക് ഈസ് എ ഡെസേർട്ട് in the mountain in the eastern part of Jammu and Kashmir. Very little agriculture is possible here since
This region does not receive any rain and it is covered in snow for large part of the year. There are very few trees that can grow in this region. For example, for drinking water, people depend on the melting snow during the summer months. ഇപ്പൊ ലഡാക്കിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ലഡാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെസേർട്ട് ആണ്, ഒരു മരുഭൂമി പോലത്തെ സംഭവമാണ്. മരുഭൂമി വെച്ചാൽ നമ്മൾ സാധാരണ കാണുന്ന മരുഭൂമി ആവില്ല, എന്താ പറയാ കോൾഡ് ഡെസേർട്ട് ഒക്കെ ആവും. ഒരു മൗണ്ടൻസ്, അതായത് കുന്നുമ്മലുള്ള ഒരു മരുഭൂമിയായിട്ട് കണക്കാക്കുക. അതായത് കാശ്മീർ, ജമ്മു കാശ്മീരിന്റെ ഒരു ഈസ്റ്റേൺ ഭാഗത്ത് ഉള്ള ഒരു മരുഭൂമി. അവിടെ ചില അഗ്രികൾച്ചർ ഒന്നും വല്ലാണ്ട് പോസിബിൾ ആവൂല. ഈ റീജിയനിൽ മഴ കുറച്ച് ലഭിക്കൊണ്ട് തന്നെ വെള്ളത്തിന്റെ ഷോർട്ടേജ് നല്ലോണം ഉണ്ട്. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സ്നോ ആണ്, സ്നോഫാളുടെ റീജിയൻ ആണ്. അപ്പം വർഷത്തിൽ ഭൂരിഭാഗം സമയം അവിടെ എന്താവും, മഞ്ഞാവും. ഈ മഞ്ഞുരുകുന്ന വെള്ളമാണ് അവിടെ കുടിക്കാൻ ഇവർ ഉപയോഗിക്കുന്നത്. അതായത് ഈ മഴക്കാലത്ത് മഞ്ഞുരുകിയിട്ട് ആ മഞ്ഞുരുകി കിട്ടുന്ന വെള്ളം ആണ് ഇവർ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സോഴ്സ് ആയിട്ട് കണക്കാക്കുന്നത്. പീപ്പിൾ ഹിയർ കീപ് ഷീപ്പ് ആൻഡ് ദി ഷീപ്പ് ഇൻ ദിസ് റീജിയൻ ആർ സ്പെഷ്യൽ ആണ് ബിക്കോസ് ദേ പ്രൊഡ്യൂസ് പഷ്മിന വൂൾ. പഷ്മിന ഷോൾ അല്ലെങ്കിൽ പഷ്മിന വൂളിനെ പറ്റിയിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പഷ്മിന എന്നുള്ള ടേം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മുമ്പ്? പഷ്മിന എന്നുള്ളത്, പഷ്മിന ഷോൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ GI ടാഗ് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് പഷ്മിന ഷോൾ. ഈ പഷ്മിന ഷോൾ ഉണ്ടാക്കുന്നത് പഷ്മിന വൂളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആണ്, അത്യാവശ്യം എന്താ പറയാ വേർത്തി ആയിട്ടുള്ള സാധനം. ദി വൂൾ ഈസ് എ ലോട്ട് ഓഫ് മണി. The people in Ladakh carefully collect the wool of sheep and sell this to traders from Kashmir. Pashmina shawl are chiefly woven in Kashmir. ഇത് പഷ്മിന ഷോള് കാശ്മീരിൽ ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇവർ ലഡാക്കിലുള്ള ഈ ഒരു അഗ്രികൾച്ചർ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് എന്ത് ചെയ്യും, ഇവര് ഈ പഷ്മിന ഗോട്ട് അല്ലെങ്കിൽ ഈ അവിടുത്തെ ഷീപ്പിന്റെ അടുത്ത് നിന്നുള്ള പഷ്മിന വൂൾ എടുത്തിട്ട് കാശ്മീരിലെ ട്രേഡേഴ്സിന് കൊടുക്കും. അങ്ങനെ അവർ കുറെ പൈസ ഉണ്ടാക്കും. അതാണ് അവരുടെ ഒരു ഇൻകം സോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ അഗ്രികൾച്ചർ ഒന്നും പോസിബിൾ അല്ല പ്രാക്ടിക്കലി. ദി പീപ്പിൾ ഈറ്റ് മീറ്റ് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ലൈക്ക് ചീസ് ആൻഡ് ബട്ടർ. അവർ കൂടുതലായിട്ട് ഫുഡ് കഴിക്കുന്നത് എന്താ വെച്ചാൽ മീറ്റ്, അതേപോലെ മിൽക്ക് പ്രൊഡക്ട്സ് ആയിട്ടുള്ള ചീസ്, ബട്ടർ. കാര്യം എന്താ വെച്ചാൽ മീറ്റ് പോലത്തെ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ബോഡിയിൽ ടെമ്പറേച്ചർ കൂടുതൽ കിട്ടും. അപ്പൊ അവർക്ക് അവിടുത്തെ തണുപ്പിനെ എന്താ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഈച്ച് ഫാമിലി ഓൺസ് സം ഗോഡ്സ് ആൻഡ് കൗസ്. ഡോസ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ യാക്ക്, നമ്മളിപ്പോ കാട്ടുപോത്ത് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ടൈപ്പ് ജീവി. ബീങ് എ ഡെസേർട്ട് ഡിഡ് നോട്ട് മീൻ that Ladakh did not attract its shares of traders. It was considered, അപ്പൊ ഡെസേർട്ട് ആണെന്ന് വെച്ചിട്ട് അവിടേക്ക് കച്ചവടക്കാരൊന്നും വരുന്നില്ലാന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. It was considered a good trade route as many passes through which caravans traveled to what is today called Tibet. അതായത് ലഡാക്ക് കൂടെ ആയിരുന്നു ടിബറ്റിക്കുള്ള കുറെ കാരവൻസ് കാര്യങ്ങളൊക്കെ പോയിരുന്നു. കാരവൻസ് മീൻസ് ഈ കുതിര വെച്ചിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ എന്തോ. ട്രാവൽ ടു വാട്ട് ഈസ് ടുഡേ കോൾഡ് ടിബറ്റ്. ദീസ് കാരവൻസ് കാരി ടെക്സ്റ്റൈൽ, സ്പൈസസ്, റോ സിൽക്ക് ആൻഡ് കാർപ്പറ്റ്സ്. അതായത് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇപ്പോ ഇന്ത്യന്ന് ടിബറ്റ് പോലത്തെ സ്ഥലത്തേക്ക് പോയിരുന്നത് ലഡാക്കിൽ ഈ പാസസ് ഉണ്ടാവുമല്ലോ, മലകൾക്കിടയിലുള്ള വഴികൾ ഉണ്ടാവില്ല, അതിനാണ് പാസസ് എന്ന് പറയാം. അങ്ങനത്തെ പാസസിലൂടെയും ഇത് കൊണ്ടുപോയിരുന്നതും എന്ത് സിൽക്ക്, അതേപോലെ സ്പൈസസ് ഒക്കെ കേരളത്തിൽ ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഈ കാഡ്മം, ക്ലോവ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ ടെക്സ്റ്റൈൽ, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നത്. ഇവിടുന്ന് തന്നെ പല സ്ഥലങ്ങൾക്കും പോയിരുന്നത്. ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഈസ് വൺ ഓഫ്. ബുദ്ധിസം റീച്ച്ഡ് ടിബറ്റ് വയ ലഡാക്ക്. ബുദ്ധിസം അങ്ങനെയാണ് ലഡാക്കിലേക്ക് എത്തിയത്. ഇന്ത്യയിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ പോകുമ്പോൾ ഈ കച്ചവട ആവശ്യങ്ങൾക്കൊക്കെ പോയിട്ട് അങ്ങനെ ബുദ്ധിസം ഒക്കെ സ്പ്രെഡ് ആയത് അവിടെ അങ്ങനെയാണ്. ലഡാക്ക് ഈസ് ആൾസോ കോൾഡ് ലിറ്റിൽ ടിബറ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇസ്ലാം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് റീജിയൻ മോർ ദാൻ 400 years ago ആൻഡ് ദർ ഈസ് എ സിഗ്നിഫിക്കന്റ് മുസ്ലിം പോപ്പുലേഷൻ. അവിടെ കൂടുതലുള്ളത് മുസ്ലിം പോപ്പുലേഷൻ ആണ്. അവിടെ എന്താ പറയുക, പ്രോമിനന്റ് ആയിട്ടുള്ള മുസ്ലിം പോപ്പുലേഷൻ ആണ്. 400 വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ ഇസ്ലാം ഒരു നമ്മൾ പറയില്ല ആകെ
prominent ആയി മാറിയത്. Ladakh has very rich oral tradition of song and poems. Local versions of Tibetan national epic the Kasa Saga and performed and sung by both Muslims and Buddhists. അതായത് ബുദ്ധിസ്റ്റുകളും മുസ്ലിംസും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നൊരു എന്താ പറയുക അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നൊരു പാട്ട് പോലത്തെ സംഭവമാണ് കേസ സാഗ. അവരുടെ ടിബറ്റിന്റെ നാഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഇവർക്ക് കുറെ പോയംസ്, സോങ്സ്, അങ്ങനത്തെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ട്രഡീഷൻസ് ഒക്കെ ഉണ്ട്. ഇനി കേരളത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള ഈസ് എ സ്റ്റേറ്റ് in the southwest corner of India. It is surrounded by the sea on one side and hills on the other side. നമ്മൾ കേരളത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ അറബിക്കടലും മറ്റേ സൈഡിലാണെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ ഘട്ടും ഉണ്ട്. അതായത് പശ്ചിമഘട്ടം ഉണ്ട് ഒരു സൈഡിൽ വരുന്നത്. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുണ്ട്, അറബിക്കടലുണ്ട്. അങ്ങനെയാണ് നമ്മൾ കേരളത്തിന്റെ ഒരു സ്ട്രക്ചർ. It is surrounded by sea and ഇത് പറഞ്ഞു a number of spices like pepper, clove, കുരുമുളക്, അതേപോലെ ഏലം, കറാമ്പു പോലത്തെ സാധനങ്ങളൊക്കെ ഇവിടുത്തെ മലഞ്ചെരിവുകളിൽ കുറെ ഉണ്ട്. It is spices that made this region an attractive place for traders. Jewish and Arab were the first time to come here. The Arab traders were first time. The Apostle of Christ, Saint Thomas believed have to come here nearly. ഇപ്പോ ഈ കുരുമുളകൊക്കെയാണ് പോർച്ചുഗീസുകാരും അറബ്സിനും ഒക്കെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്പൈസസുകൾ ഉണ്ടല്ലോ, അതിന്റെ സ്മെല്ലും അതിന്റെ ടേസ്റ്റും ഒക്കെ ആയിരുന്നു ഇവരെ ഏറ്റവും കൂടുതൽ കേരളത്തിലോട്ട് വരാനുള്ള ഒരു ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയ കാര്യം. കാരണം നല്ല ക്വാളിറ്റി സാധനങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ട്, നല്ല സ്മെല്ലുള്ള അല്ലെങ്കിൽ സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞ സംഭവം. 2000 years ago, and he is credited with bringing Christianity to India. Saint Thomas ആണ് ഇന്ത്യയിലേക്ക് ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നത്. Many Arab traders also came and settled down here. ഇബ്നു ബത്തൂത്ത, അങ്ങനെ കുറെ അറബികളൊക്കെ, അറബ് ട്രേഡേഴ്സ് ഒക്കെ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു അറബിക് ഇതുണ്ട് നമുക്ക്, എന്തുണ്ട്, ഒരു എന്താ പറയാ, കുറെ അറബിക് ട്രഡീഷൻസ് ഒക്കെ പറഞ്ഞ രീതിയിൽ കുറെ ആൾക്കാർ അവിടെ വന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇബ്നു ബത്തൂത്ത എന്ന് പറഞ്ഞത് ഒരു ട്രാവലർ ആയിരുന്നു. മൂപ്പര് ഇദ്ദേഹം എന്താ പറയാ, കുറേ സ്ഥലങ്ങള് ട്രാവൽ ചെയ്തിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ ട്രാവൽ വ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ 700 വർഷങ്ങൾക്ക് മുമ്പ്, 700 വർഷത്തോളം ഉണ്ടായിരുന്നു, അത് ലെസ് ദാൻ 700 years ago, wrote a travelogue in which he describes the lives of Muslims and says that they were a highly respected community. The Portuguese discovered this sea route to India from Europe when Vasco da Gama landed with his ship here. In the 1500 വർഷം, 1500 സമയങ്ങളിലാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് വരുന്നത്. കോഴിക്കോട് വന്നിട്ട് കേരളത്തിലെ കോഴിക്കോട് വരുന്നത് കപ്പലില്, യൂറോപ്യൻസ്. Because of all these various historical influences, people in Kerala practices different religions such as Judaism, Islam, Christianity, Hinduism and Buddhism. അതിപ്പോ ഈ കേരളത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിൽ അറബ്സ് വന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ സെന്റ് തോമസ് വന്നിട്ട് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്തു, അതേപോലെ അറബ് ട്രേഡേഴ്സ് കുറെ വന്നിട്ട്, പിന്നെ അതേപോലെ യൂറോപ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം ഇങ്ങനെ കുറെ പുറത്തുനിന്നുള്ള ഫോറിൻ ആൾക്കാർ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു, കുറെ കൾച്ചറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പുതിയ ഡിസ്കവർ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കുറെ മതങ്ങളുണ്ട്. ജൂതുണ്ട്, അതേപോലെ ജൂസ് ഉണ്ട്, ബുദ്ധ ഉണ്ട്, ജൈൻ ഉണ്ട്, ഇസ്ലാം ഉണ്ട്, ക്രിസ്ത്യാനിറ്റി ഉണ്ട്, ഹിന്ദുയിസം ഉണ്ട്, അങ്ങനെ ലോട്ട്സ് ഓഫ് മതങ്ങളുണ്ട്. കുറെ ടൈപ്പ് ഓഫ് ഫുഡ്സ് കാര്യങ്ങളുണ്ട്, കുറെ കൾച്ചറൽ ഇവന്റ്സ് കാര്യങ്ങളുണ്ട്, കുറെ പരിപാടികളുണ്ട്. ദി ഫിഷിംഗ് നെറ്റ്സ് യൂസ്ഡ് ഹിയർ ടു എക്സാക്ട്ലി ലൈക്ക് ദി ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ് ആൻഡ് ആർ കോൾഡ് ചീനവല. അതേപോലെ ഇപ്പോ നമ്മുടെ അടുക്കളയിൽ കിച്ചണിൽ ഉണ്ടാവുന്ന
ഫ്രൈ പാൻ, ചീനച്ചട്ടി എന്നൊക്കെ പറയില്ലേ. ഈ ചീന മീൻസ്, ചീന എന്നുള്ള വേർഡ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ചൈന എന്നൊരു മീനിങ്. The fertile land and climate are suited to grow rice, and a majority of people eat rice, fish and vegetables. നമ്മുടെ കേരളത്തിൽ എന്താണ് കൂടുതൽ? ചോറ്, മീന്, പച്ചക്കറി. ഇപ്പൊ അരി ഉണ്ടാവാനുള്ള ഏറ്റവും നല്ല എന്താണ് സൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഉള്ളത് നമ്മളെ കേരളത്തിലാണ്. While Kerala and Ladakh are quite different in terms of their geographical features, the history of both regions have seen similar culture influence. Both regions were influenced by Chinese and Arabs traders. It was the geography of Kerala which allow for cultivation of spices, and special geographical location of Ladakh and its special geographical location of Ladakh and its wool that drew traders to these regions. Thus, history and geography often tied in the cultural life of a region. അതായത് ഇപ്പൊ നമ്മള് കേരളത്തിലെ ജോഗ്രഫിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് ഇവിടെ നല്ല സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ലഡാക്കിലെ ജോഗ്രഫിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് എന്താ പറയാ, അവിടെ ജോഗ്രഫിക്കൽ കണ്ടീഷനും പിന്നെ അവിടെ കുറെ ഈ ചെമ്മരിയാടിനെ അല്ലെങ്കിൽ ഷീപ്പിനെ വളർത്തിയിട്ട് അതിന്റെ വൂള് അത് റിച്ച് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്തു, എന്താ പറയാ, അറബ്സിനും ചൈനീസിനും അങ്ങനെ ഒരുപാട് ഫോറിൻ ട്രേഡേഴ്സിനെ ഇതിലേക്ക് അട്രാക്ട് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യം ജോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ട് വേണം അവിടുത്തെ ഡൈവേഴ്സിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ. The influence of diverse culture is not merely a thing of the past. Our present life are all about moving from place to place for working, and with each move, our culture, traditions, and way of life slowly become part of the new place we are in. Similarly, in our neighborhood, we live close to people from several communities. Our daily lives are about the way in which we do things together and hear stories about each other life, custom, traditions. അതിപ്പോ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് തന്നെ പോയിക്കൊണ്ട് ഇതിപ്പോ നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ ലഡാക്ക് വരെ പോകുമെന്ന് വെച്ചു. ഇത് എല്ലാ സ്റ്റേറ്റ്സും ടച്ച് ചെയ്തിട്ട് പോകുകയെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്ത് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിലും ഓരോ ടൈപ്പ് ഓഫ് ട്രഡീഷൻസും പല പല കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ മാറി മാറി, ഇപ്പൊ നമ്മൾ കേരളവും ലഡാക്കും കമ്പയർ ചെയ്ത പോലെ കേരളം തമിഴ്നാട് നമുക്ക് കമ്പയർ ചെയ്താൽ മനസ്സിലാവും. അതേപോലെ കേരളവും കർണാടകയും തമ്മിൽ കമ്പയർ ചെയ്താൽ മനസ്സിലാവും. കേരളവും എന്താ പറയാ, കേരളവും മറ്റുള്ള സ്റ്റേറ്റ്സ് തമ്മിൽ ഓരോ സ്റ്റേറ്റ്സിനും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഇതുണ്ടാവും, ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ നമ്മള് പല പല മതങ്ങള്, എന്താ പറയാ, ഭാഷ, ഭക്ഷണം, ദേശം ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇത് ബ്യൂട്ടിയാണല്ലേ. Unity in diversity. India's diversity always been recognized as a source of its strength. When the British ruled India, women and men from different cultural religious and regional backgrounds came together to oppose them. India's freedom movement had thousands of people working. India's diversity has been recognized as a source of its strength. ഈ ഡൈവേഴ്സിറ്റി ഒരു സ്ട്രെങ്ത് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. കണക്കാക്കാം. When Britishers ruled India, women and men from different cultural religious and regional backgrounds came together to oppose them. ഇങ്ങനെയൊക്കെയെങ്കിലും ഇതിപ്പോ നമ്മൾ കുറെ ഡൈവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പൊ ബ്രിട്ടീഷേഴ്സ് വന്നിട്ട് ഇന്ത്യക്കാരെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യൻസ് എന്ത് ചെയ്തു, ഇപ്പം പല ഭാഷകളാണെങ്കിലും പല മതത്തിൽ നിന്ന് ആൾക്കാരും പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരും എന്ത് ചെയ്തു, ഒന്നിച്ചു ചേർന്നിട്ട് ഇവരെന്ത് ചെയ്തു, എതിർത്തു.
India's freedom movement had thousands of people of different background. പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട്, ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ട് അവരെ എന്ത് ചെയ്തു, ഡിഫെൻഡ് ചെയ്തു. In it, they worked together to decide joint actions. They went to jail together and they found different ways to oppose British. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ അവർ പല രീതിയിൽ ജയിലിൽ പോവാൻ ഇതൊന്നും എന്താ പറയാ, ഈ ഡൈവേഴ്സിറ്റീസ് ഒന്നും അഫക്ട് ചെയ്യാത്ത രീതിയിൽ, അത് മതമായാലും ഭാഷ, വേഷം, ഇതൊന്നും അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഇവർ അത്രയും ജോയിന്റ് ആയിട്ട് എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ഇൻട്രസ്റ്റിംഗ്ലി ദ ബ്രിട്ടീഷ് എന്ത് ചെയ്തു, British thought they could divide Indians because they were so different, and they then continued to rule them. But the people showed how they could be different and yet be united in their battle against the British. അതായത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഇവർ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഭാഷ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇന്ത്യയിൽ അന്നത്തെ കാലത്ത് പറയാന്നുണ്ടെങ്കിൽ 600ഓളം നാട്ടുരാജ്യങ്ങളുണ്ടായി. ഓരോ പ്രൊവിൻസുകളായി കുറെ നാട്ടുരാജ്യങ്ങളായി, ചെറിയ ചെറിയ രാജ്യങ്ങൾ. അപ്പൊ ഇവരെ ഈസി ആയിട്ട് എന്ത് ചെയ്യുക, ഭരിക്കുക. കാരണം ഇവരൊക്കെ സ്ട്രെങ്ത് വളരെ കുറവാന്ന് വിചാരിച്ചു. പക്ഷെ ഒരു എന്താ പറയാ, എല്ലാരും കൂടി യുണൈറ്റ് ചെയ്തിട്ട് അതിനെ എന്താ പറയാ, ആ ചിന്തനെ തന്നെ തോൽപ്പിച്ചു കളഞ്ഞു ബ്രിട്ടീഷുകാരെ. പിന്നെ ഇവിടെ ജാലിയൻവാല ബാഗിന്റെ അതിനെ സംബന്ധിച്ചിട്ടൊരു ഒരു ചെറിയൊരു പോയം പോലത്തെ ഒരു സംഭവം പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ജസ്റ്റ് ഒരു യൂണിറ്റിന്റെ പറ്റിയിട്ടുള്ള ഒരു പോയം, അത്രേ ഉള്ളൂ. This song was sung after the Jallianwala Bagh massacre. ജാലിയൻവാല ബാഗിന്റെ ആ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം എന്താ പറയാ, പാടിയൊരു പാട്ടാണ്. അമൃത്സറിൽ വെച്ചിട്ടായിരുന്നു ഈ സംഭവം നടന്നിട്ടുണ്ടായി, ജാലിയൻവാല ബാഗ്. In which a British general opened fire on large group of unarmed peaceful people, killing many and wounding even more men and women, Hindus, Sikh, and Muslims. Rich and poor had gathered to protest against the British. This song was composed and sung to honor the memory of those brave people. അതായത് ഈ മേലെ കാണുന്ന പോയം എന്ന് പറഞ്ഞത്, ഇത് പാടി എന്താ വെച്ചാല്, സമാധാനപരമായിട്ട് അമൃത്സറിലെ ജാലിയൻവാല ബാഗിൽ സമരം ചെയ്തിരുന്ന സമരക്കാരെ ബ്രിട്ടീഷുകാർ ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ ചുമ്മാ കണ്ട് വെടിയുതിർത്തു. കുറെ ആൾക്കാർ അതിൽ മരിച്ചു, കുറെ ആൾക്കാർക്ക് എന്താ പരിക്കേറ്റു. അങ്ങനത്തെ ആ സിറ്റുവേഷനിൽ അവരെ ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടിയൊരു പാട്ടാണ്, ഒരു പോയം, കവിതയാണ്. The songs and symbols that emerged during the freedom struggle serve as constant reminder of our country's rich tradition of respect for diversity. ഇത് ഇങ്ങനത്തെ ഫ്രീഡം സ്ട്രഗിളിന്റെ സമയത്ത് ഉണ്ടായിരുന്ന സോങ്സും സിമ്പിൾസും കാര്യങ്ങളൊക്കെ എന്താണ്, ഒരു ട്രഡീഷണൽ കൺട്രീന്റെ ഡൈവേഴ്സിറ്റി റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, നമ്മള് അങ്ങനത്തെ ഒരു പ്രതീകമായിട്ട് കണക്കാക്കാൻ പറ്റും, സിമ്പിളായിട്ട്. It was used as a symbol of the protest against the British by the people everywhere. In his book, The Discovery of India, ജവഹർലാൽ നെഹ്റു എഴുതിയൊരു ബുക്ക് ചെയ്യുന്നു, The Discovery of India. അതിൽ ജവഹർലാൽ നെഹ്റു ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണ്, that Indian unity is not something imposed from the outside, but rather it was something deeper and with its fold. The widest tolerance of belief and custom was practiced, and every variety acknowledged and even encouraged. It was Nehru who coined the phrase unity in diversity to describe the country. അതായത് ഒരു ഇന്നർ ഫീലിംഗ് ആണ്, പുറത്ത് കാണിക്കുന്നതല്ല യൂണിറ്റി എന്ന് പറഞ്ഞത്. അതായത് യൂണിറ്റി നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഫീലിംഗ് അല്ല. അപ്പൊ നമ്മൾ ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ, പുറത്ത് നമ്മൾ പല ഭാഷ സംസാരിക്കുന്നുണ്ടാവും, പല വേഷങ്ങളാവും, പല രീതിയിലാവും നമ്മുടെ കൾച്ചറും ട്രഡീഷൻസും റിച്വൽസും റീജിയനും കാര്യങ്ങളും എല്ലാം പല പല രീതിയിലായിരിക്കും. ബട്ട് ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇന്ത്യൻ എന്നൊരു കൺസെപ്റ്റിൽ, ഇതിനാണ് നമ്മൾ യൂണിറ്റി എന്ന് പറയാം. ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ടേം അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ് ഡിസ്ക്രൈബ് ചെയ്തത് സത്യം പറഞ്ഞാൽ അത് നെഹ്റു ആണ് ആ വേർഡ് ആദ്യമായിട്ട് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തത്. നമ്മളിതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് പോയത്. ഇപ്പൊ ഇതിൽ പറയാനുള്ള എന്താ,
ഡ്രോ അപ്പ് എ ലിസ്റ്റ് ഓഫ് ഡിഫറെന്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി. നമ്മുടെ ലൊക്കാലിറ്റിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ്. വിച്ച് ഓഫ് ദീ സെലിബ്രേഷൻസ് ആർ ഷെയർഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ഡിഫറെന്റ് റീജിയൻ. ഇതെല്ലാവരും ഷെയർ ചെയ്യുന്ന റീജിയനും ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, റീജിയണൽ ആയിട്ടും റിലീജിയസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് എല്ലാം ഷെയർ ചെയ്യുന്ന ലോക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ്. അപ്പൊ നമ്മൾ നോക്കുക. ഇപ്പൊ നമ്മൾ എന്ത് ഫെസ്റ്റിവൽ ആണെന്നുണ്ടെങ്കിലും ഫെസ്റ്റിവൽ മീൻസ് നമ്മളിപ്പോ ഒരു ഇൻഡിപെൻഡൻസ് ഡേ എടുക്കുക, ഓഗസ്റ്റ് 15 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് മതക്കാരും ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഏത് ഭാഷ സംസാരിക്കുന്നവരും ഇന്ത്യൻ ആണോ, നമ്മൾ എന്താണ് ഫെസ്റ്റിവൽ ഇൻഡിപെൻഡൻസ് ഡേ എന്തായി നല്ലോണം ആഘോഷിക്കും. റിപ്പബ്ലിക് ഡേ നമ്മൾ ആഘോഷിക്കും. അതേപോലെ തന്നെ വാട്ട് ഡു യു തിങ്ക് ലിവിങ് ഇൻ ഇന്ത്യ with its rich heritage of diversity adds to your life? ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ എന്താ പറയാ, ഇന്ത്യയിലുള്ള റിച്ച് ആയിട്ടുള്ള എന്താ പറയാ കുറെ ഹെറിറ്റേജ് ഓഫ് ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ സംഭവം നമ്മളെ ലൈഫിൽ കുറെ കാര്യങ്ങൾ നമ്മൾ കിട്ടുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമുക്ക് കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ അറിയാൻ പറ്റും, അവരെ കൾച്ചർ പഠിക്കാൻ പറ്റും, അവരെ കസ്റ്റം പഠിക്കാൻ പറ്റും, അതേപോലെ ട്രഡീഷൻസ്, ബാക്ക്ഗ്രൗണ്ട്സ്, ഇതൊക്കെ അവർ വ്യത്യസ്തരാണ്. നമുക്ക് അവിടുന്നൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതേപോലെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഡൈവേഴ്സിറ്റീസ് എന്ത് ചെയ്യും, അവരുടെ ഫുഡിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമുക്ക് പഠിക്കാം, ജീവിത ശൈലികളില്, ജോലികള്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക്. അതേപോലെ നമുക്ക് നമ്മളെ കസ്റ്റമിലും ട്രഡീഷനിലൊക്കെ അഭിമാനം കൊണ്ടുവിടാം. അങ്ങനെ കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മള് എന്താ പറയാ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ, ഓരോ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഭാഷകൾ മാത്രം എല്ലാവരും ഒരേ ഭാഷ സംസാരിക്കുന്നുണ്ടാവും. അപ്പൊ അതിലൊരു ത്രില്ലില്ലല്ലോ. ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനല്ല, ഒരു ഫുൾ ലോകം നമുക്ക് കാണാൻ പറ്റില്ല. വേൾഡ് മൊത്തം ഇന്ത്യയിൽ നമുക്ക് കണ്ടൂടെ. എന്താ പറയുക, ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും മറ്റ് എല്ലാ ഫീച്ചേഴ്സിലും മതം, ഭാഷ, ഭക്ഷണം എല്ലാം. ഡു യു തിങ്ക്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ, ഡു യു തിങ്ക് ദ ടേം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി is an appropriate term to describe India? What do you think Nehru is trying to say about Indian unity in the sentence quoted above from his book, The Discovery of India? We think സത്യം പറഞ്ഞാല് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു ടേം സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റീസ് കാര്യങ്ങളില്ലേ, ഫിസിക്കലായിട്ട് ഇപ്പം നമ്മൾ മലകളുണ്ട്, കടലുണ്ട്, മറ്റ് എന്താ പറയാ പ്ലെയിന്, കുറെ സമതല പ്രദേശങ്ങളുണ്ട്, അങ്ങനത്തെ കുറെ ഫിസിക്കൽ. ഇപ്പൊ ക്ലൈമറ്റ് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ പാലക്കാട് പോയാൽ നല്ല ചൂട് കിട്ടും, അവിടുന്ന് ഊട്ടി പോയി കഴിഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടും നമുക്ക്. അവിടുത്തെ കൃഷികളിൽ വ്യത്യാസമുണ്ട്. അതേപോലെ പുഴ, അരുവി, ചെറിയ ചെറിയ തടാകങ്ങൾ, കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റും. അങ്ങനെ കൾച്ചറൽ ഡിഫറൻസും കാര്യങ്ങളും, ഫെസ്റ്റിവൽസ്, റിച്വൽസ് ഉണ്ടാവും കുറെ, അതിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഈ ചാപ്റ്റർ എന്നുള്ള സമ്മപ്പ് എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ, നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഡൈവേഴ്സിറ്റീസ് കുറെ ഉണ്ട്. അതായത് നമ്മുടെ ഭാഷ, മതം, അതായത് ഫുഡ് കാര്യങ്ങള്, ഇതിലൊക്കെ നമുക്ക് കുറെ വൈവിധ്യങ്ങൾ കാണാൻ പറ്റും. അതേസമയം തന്നെ വേണ്ട ഓപ്പർച്യൂണിറ്റീസ് കിട്ടാതെ അല്ലെങ്കിൽ റിസോഴ്സസ് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാവുന്ന കുറെ എന്തും കാണാൻ പറ്റും, ഇനിക്വാലിറ്റീസും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ഒരേ പ്രായത്തില് ഉള്ള രണ്ട് കുട്ടികളെ സ്റ്റോറി നമ്മൾ ഇതിൽ വായിച്ചു. അതിൽ ഒരാൾക്ക് സ്കൂളിൽ പോകാനുള്ള അവസരമുണ്ട്, അതേസമയം ഒരാൾക്ക് സ്കൂളിൽ പോകാനുള്ള അവസരം പോലും കിട്ടുന്നില്ല. സ്കൂളിന്റെ പടി പോലും കാണാനുള്ള അവസരം കിട്ടാത്ത കുറെ കുട്ടികളുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, അടുത്ത ചാപ്റ്റർ. ഓക്കെ.